എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ്. പുഷ്പ ടു ദ റൂൾ സിനിമയുടെ ഐറ്റം സോങ് കിസിക്ക്. എന്താണ് കിസിക്ക്? കിസിക്ക് യാ വെറൈറ്റി സാധനം കേട്ടോ. മലയാളമൊക്കെ ഒരു രക്ഷയില്ല. മലയാളവും മറ്റേതും ഒക്കെ ഒന്ന് തന്നെയാണ്, അത് വേറെ കാര്യം. മലയാളത്തിൽ പാടുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുമല്ലോ. വ്യക്തമായി. ഇപ്പൊ കറക്റ്റ് അവരെന്താ അവിടെ ഉദ്ദേശിക്കുന്നതെന്ന് കറക്റ്റ് മനസ്സിലായി. എനിക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട്. അതായത് നമ്മുടെ സുകുമാറല്ലേ ആളത് എഴുതിയിട്ടുള്ളത്. ആള് അന്ന് പറഞ്ഞ എന്താ, അതായത് പുഷ്പ 1-നെക്കാട്ടിലും ട്രെൻഡ് ആവണം, ഭീകരമായിരിക്കുന്നു. ആ ട്രെൻഡ് ആവാൻ വേണ്ടിയിട്ട് ആള് തന്നെ ഇരുന്ന് പണിത് എഴുതിയതാണിത് സ്വന്തം കൈപ്പടയില്. എന്താണെങ്കിലും ട്രെൻഡ് ആയിട്ടുണ്ട്. പക്ഷെ അത് പോസിറ്റീവ് സൈഡിലുള്ള ട്രെൻഡ് അല്ല, നെഗറ്റീവ് സൈഡിലുള്ള ഫുള്ള് ട്രോളാണെന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും വല്ലാത്ത സാധനം തന്നെ കേട്ടോ. അല്ലു അർജുൻ ഫാൻസ് ക്ഷമിക്കണം, ഒരു കാര്യം പറയാനുണ്ട്. അതായത് ഈ സോങ് കാണുമ്പോൾ എനിക്ക് അല്ലു അർജുൻ്റെ ആ ഒരു കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഞാൻ പറയും, ദേഷ്യം തോന്നരുത്. എന്റെ മനസ്സിൽ തന്നെ ഞാനും പറയും, ദേഷ്യം തോന്നിയിട്ട് കാര്യമൊന്നുമില്ല. പറയാനുള്ള പറഞ്ഞ് എന്നെ അങ്ങ് പോകും, അല്ലാണ്ട് എന്താ. അതെ, അത്രേ ഉള്ളൂ, പറയാനുള്ള അത്രേ ഉള്ളൂ. ഗ്യാസ് സിലിണ്ടറല്ലേ അതന്നെ എനിക്ക് തോന്നി എന്താ അത് കടന്ന് ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ട് ഇങ്ങനെ. ഞാനതാണ് ഇത് കണ്ടപ്പോ തോന്നുന്നു, എന്തൊരു ആറ്റിറ്റ്യൂഡ്, ഓവർ ആറ്റിറ്റ്യൂഡ് ഇടുന്നു. സത്യം. ഒരു സാധനത്തിലൊക്കെ ശ്രീലീല വന്ന് പിടിക്കുന്ന സമയത്തൊക്കെ നോക്കുന്ന സാധനമൊക്കെ മറ്റേ സാധാരണ എൻജോയ്മെന്റിനല്ലേ ഈ സോങ്ങിലും അല്ലെ പബ്ബിലൊക്കെ പോകുന്ന ആൾക്കാര്. അവിടെ പോയിട്ട് എയർ പിടിച്ച് ഇങ്ങനെ നോക്കാനാണെങ്കിൽ പിന്നെ അതിന് പോകേണ്ട ആവശ്യമില്ലല്ലോ. ശരിക്കും പുഷ്പ 1-ലെ ഓരോ പാട്ടും ഇങ്ങനെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഊവണ്ടമാവയൊക്കെ എന്തായിരുന്നു, വേറെ ലെവലായിരുന്നു. അതേപോലെ രശ്മികന്റെ ഒപ്പമുള്ള ഒരു സോങ് ഇല്ലായിരുന്നോ? അത്ര അടിപൊളി സാധനങ്ങളായിരുന്നു. അതിന്റെ അപ്പുറം നിൽക്കുന്ന സാധനം കൊണ്ട് വന്നതാ സുകുമാരൻ. കാണാ എന്താണെങ്കിലും ഇതൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണുമ്പോഴാണ് സിനിമയ്ക്കകത്ത് അയ്യോ എന്തായിരിക്കും തോന്നിപ്പോന്നു മനസ്സിൽ. ഈ രീതിയിലുള്ള സമീപനാണെങ്കിൽ അതെ എല്ലാം ട്രെൻഡാവും, വൺ സെറ്റപ്പ് ആയിരിക്കും. ഈ ഗ്യാസ് കുറ്റി പൊട്ടിക്കഴിഞ്ഞാൽ സ്പീഡിലൊരു പോക്കുണ്ടാവും, തെറിച്ചിട്ട് തിരിഞ്ഞു നോക്കാൻ പോലും ഒന്നും സമയം കിട്ടൂല. അതെ, അങ്ങനെ ഒരു പോക്കുണ്ടാവും ആ കുറ്റി. കാണാം. നാഷണൽ അവാർഡ് കിട്ടിയെന്ന് എഴുതിയിട്ടേ പുഷ്പ ആറ്റിറ്റ്യൂഡ് കുറച്ചൊന്ന് കൂട്ടിയിട്ടുണ്ട്. നാഷണൽ അവാർഡ് കിട്ടിയെന്ന് നീ എല്ലാം തികഞ്ഞു എന്ന് വിചാരിക്കരുത്, അതിന്റെ അപ്പുറത്തും കുറേ സംഭവങ്ങളുണ്ട്. ഓക്കെ, എന്തായാലും നമുക്കിങ്ങനെ മുറിച്ച് 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 കേൾക്കാം. രസണ്ടേ? രസമേ ഉള്ളൂ. അതെ, എല്ലാരും വന്നിട്ടുണ്ടല്ലോ പാർട്ടിക്ക്. എടുക്കണ ഫോട്ടോ കിസിക്കുന്ന നല്ല രസമുണ്ടല്ലോ. മനസ്സിലായോ? അതായത് ആരൊക്കെയോ വന്നിട്ടുണ്ട്. അപ്പൊ ഫോട്ടോ എടുക്കാൻ നല്ല രസമുണ്ടല്ലോ. നല്ല രസമുണ്ട്, ദേഷ്യം വരിക. ഓക്കെ, എടറാ 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 മാമൻ വന്നു എടറാ. എടുത്തോണ്ട് പോടാ. ഇത് ഞാൻ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും, അതിന്റെ അടിയിൽ കിസ് 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 കിസിക്ക കിസ് 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 കിസിക് അങ്ങനെ പറഞ്ഞോണ്ടിരിക്കണം. പിന്നെ ബീറ്റ് അത് എന്തോ ആയിക്കോട്ടെ, അത് അതിന്റെ വഴിക്ക് ഇതിന്റെ ലിറിക്സ് വേറെ വഴിക്ക്. അത് ഞങ്ങൾ DSPക്ക് കൊടുത്താ ചെയ്തോട്ടെ. അതെ, എല്ലാം വെറൈറ്റി ആയിട്ട് തന്നെ തരുള്ളൂ. വെറൈറ്റിയാണ്. ശ്രീലീല അടിപൊളി ഡാൻസർ ആണ്, പക്ഷെ ഡാൻസ് ചെയ്യാനാണ് വിളിച്ചു വരുത്തിയത്. അതിനുള്ളത് എന്തും തോന്നണില്ല, ചെയ്യാനുള്ള ഒരു സമയമൊന്നും ഇല്ലാന്ന്. ഈ കിസിക്ക് പറയാൻ മാത്രമേ ടൈമുള്ളൂ. എന്തൊരു സുഖം, ദേഷ്യം വരിക, ഒരു മനസുഖം. ആ കുട്ടനെ നമുക്ക് ഇത് പൊട്ടണന്നേ വെട്ടിക്കൂട്ടി ഒരു ബിരിയാണി വെക്കാന്ന്. കുട്ടൻ ബിരിയാണി, കുട്ടനും ചട്ടനും പൊട്ടനും എല്ലാരും ഉണ്ട്. എല്ലാരോടും എടുത്തോന്ന്. അടിപൊളിയായിട്ടുണ്ട്, ഗംഭീര സോങ്. എന്തായാലും എടറാ എടറാന്നാണ് പറഞ്ഞ്, ഫുള്ളായിട്ട് എടറാ എടറാന്നാണ്. ആകെ എടറെന്നുണ്ടല്ലോ.
നാട്ടാര് വന്നു എടടാ സിക്ക് അറിയുന്നോരും അറിയാത്തോരും കൂട്ടമായി വന്നു എടടാ ആ ഇതിന്റെ അർത്ഥം എന്താണാവോ? എന്താ അവർ ഉദ്ദേശിച്ചേക്കുന്നത് നമുക്ക് അറിഞ്ഞൂടാ. ഫോട്ടോ എടുക്കുന്ന കാര്യം തന്നെ ആയിരിക്കൂലേ? അതന്നെ. അതായത് നാട്ടുകാരും വന്നു, വീട്ടുകാരും വന്നു, അറിയാത്തവരും വന്നു, അറിയുന്നവരൊക്കെ വന്നു, എല്ലാരും കൂട്ടത്തോടെ വന്നിട്ട് എടുക്കാറ്. നമ്മൾ നല്ല വശം മാത്രം ചിന്തിച്ചാൽ മതി, അപ്പൊ കുഴപ്പമില്ല. എന്തായാലും ഇവരിങ്ങനെ എടുക്കാൻ പറഞ്ഞല്ലേ, നമുക്ക് കമന്റ് ഒന്നും എടുക്കാം. കമന്റ് ബോക്സിലേക്ക് പോയേക്കാം. ഭയങ്കര രസകരമായ കമന്റുകളായിരിക്കും മൊത്തത്തില്. അറുപതിക്കായിരിക്കും ചെക്കന്മാര്. ഓക്കെ, സംഭവം എന്തായാലും ലെജൻസ് ഉണ്ടാവും, ഉറപ്പാ, 100% ഉറപ്പാ. ആദ്യം കേട്ടപ്പോൾ ചിരി വന്നു, പിന്നെ കേട്ടപ്പോൾ ചിരി നിർത്താനേ പറ്റുന്നില്ല. സത്യം കേട്ടോ. കരോളിന് ഇടാൻ പറ്റിയ സാധനം. എടറാ എടറാ എടറാ, മാമൻ വന്നു എടറാ, ക്യാഷ് എടറാ ക്യാഷ് എടറാ. കൊള്ളാട്ടോ. ആഹാ, വയലാർ എഴുതുമോ ഇതുപോലെ വരികൾ? ഈ പാട്ടിന്റെ അർത്ഥം ഇത് തന്നെയാണ് മാന്യന്മാരെ. അർത്ഥം ഇത് തന്നെയാണ്, അത് ഈ രീതി എങ്ങനെയാണെന്നാണ് നമുക്ക് മനസ്സിലാവാത്തത്. മാത്രമേ ഉള്ളൂ. അത് സംഭവം എന്താണെന്നറിയോ, തെലുങ്കിലെ സോങ് അല്ല മലയാളത്തിൽ വന്നത് എന്നുള്ളത് ചിലരൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതിനുള്ള കൊടുത്തതാണ്. പോരാ, പാട്ട് പോരാ, ദേഷ്യം വരുന്നു, അത് ഞാട്ടാണ്. ആദ്യം കേട്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല, ചിലപ്പോൾ കുറേ പ്രാവശ്യം കേൾക്കുമ്പോൾ ശരിയാകുമായിരിക്കും എന്നാലും പാട്ടിന്റെ വരികൾ കൊന്നു കളഞ്ഞല്ലോ. വയലാർ എഴുതുമോ ഇതുപോലെ? ഏട്ടൻ വന്നു എടറാ, കുട്ടൻ വന്നു എടറാ, എന്താണ് അവ വരികൾ ലെജൻഡ് സംസാരിക്കുന്നു. പിന്നെന്താണ്, വരികൾ എഴുതിയ മഹാനോട് നമിച്ചു എണ്ണാന്ന്. സംവിധായകനോട് പറഞ്ഞാൽ മതി. സുകുമാരൻ തന്നെ. ഇനി വേറെ ആള് വെച്ചിട്ടൊന്നും പാടിച്ചിട്ടില്ലല്ലോ, അല്ല എഴുതിയിട്ടില്ലല്ലോ. ആദ്യം പറഞ്ഞിരുന്ന ആളെന്നെ എഴുതുന്നുള്ളതായിരുന്നു. ഇനി മാറിയാവോ? ഇനി ദൈവമേ, ഇനി നമ്മളാണോ ഏറി പോകുമ്പോളെ? അല്ല, തുടക്കത്തില് സുകുമാരൻ റൈറ്റിംഗ്സ് എഴുതിയിട്ടുണ്ട്. അതിന് സിനിമന്റെ ആണോ? സിനിമ ആണല്ലോ എഴുതിയുള്ളത്. ഇതിന്റെയൊക്കെ തിയേറ്റർ എക്സ്പീരിയൻസ് കിടു തന്നെ ആയിരിക്കും. ചിരിച്ചു മറിയായിരിക്കും എല്ലാരും. മലയാളം കാണുന്ന ആൾക്കാരൊക്കെ ഒത്തിരുന്ന് ചിരിയായിരിക്കും. അതെ, അമ്മ അല്ലുവിന്റെ കട്ട ഫാനാണ്. ഈ സോങ് കാണിച്ചു കൊടുത്താൽ ടപ്പേന്ന് അടി കിട്ടുമോ? നാട്ടുകാർ വന്നു, കൂട്ടുകാർ വന്നു, വീട്ടുകാർ വന്നു, ഭാഗ്യം കുറുവസംഘം വന്നില്ല. ശ്രീലീലയുടെ ഫയർ കാണാൻ കാത്തിരുന്നിട്ട് കമന്റ് സെക്ഷൻ വായിച്ച് ചിരിച്ചു മടുത്തു. ഈ പാട്ട് ഒരു സ്ലോ പോയിസൺ ആണ്. സത്യം. ഇത് സ്ലോ പോയിസൺ ഒന്നല്ല കേട്ടോ. ഇത് നേരിട്ട് കെട്ടിയ ഉടനെ ചത്ത്. ഇത് ഓരോ തവണ കേൾക്കുമ്പോഴും ഓരോരുത്തർ ഓരോ സ്ഥലത്ത് തീർന്നുകൊണ്ടിരിക്കും. സ്ലോ പോയിസൺ ശരിക്കും സൈനാടാ. തൊട്ടിട്ടുള്ളൂ, രുചി പോലും എന്താന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അതിനു മുമ്പ് തട്ടിപ്പോയി. അതിനുള്ള സമയം പോലും തന്നില്ല. ആഹാ, എത്ര സുന്ദരമായ വരികൾ. ഓടിക്കോടാ, ടപ്പേന്ന് അടി വരുമേന്ന്. ഓടിക്കോളാം നല്ലത്. ആദ്യത്തെ പാട്ടിനെ പറയിപ്പിക്കാൻ വേണ്ടി എടുത്ത അപരാധം പോലെ തോന്നുന്നുണ്ട്. ചിരിക്കുന്നുണ്ട് കേട്ടോ. മലയാളം വേർഷൻ ഒത്തിരി തപ്പി അവസാനം വന്നു കിട്ടിയപ്പോൾ ഇത് സന്തോഷമായി കാണുമായിരിക്കും. ഇത് കേട്ട് മിക്കവാറും ഇഷ്ടാവുമായിരിക്കും. സത്യം കേട്ടോ, അങ്ങനെയൊക്കെ സംഭവിക്കാം. അല്ല, ചില സോങ്ങുകൾ അങ്ങനെയുണ്ട്. അത് നമുക്ക് ആ സോങ്ങിനോട് നമുക്ക് ഭയങ്കരമായിട്ടുള്ള താല്പര്യം ഉണ്ടായിട്ടൊന്നല്ല. പക്ഷെ ഇതിന്റെ ബീറ്റ് പറഞ്ഞത് കറക്റ്റാ. തുടക്കം വരുമ്പോ തന്നെ ബീറ്റിൽ ഒരു പ്രത്യേക രസമുണ്ട്. ആ സാധനം ഇങ്ങനെ പിന്നെ നമ്മുടെ ഉള്ളിലോട്ട് കയറുമ്പോ മേ ബി, അതായത് ചാപ്രി സാധനം നമ്മൾ ആ ചാപ്രിയായി മാറുന്നു. അത്രേ ഉള്ളൂ. നമ്മുടെ മൈൻഡ് സെറ്റ് അങ്ങനെയായി മാറുന്നു. അതങ്ങ് അംഗീകരിച്ച് അതിന്റെ ഒപ്പം അങ്ങ് പോകണം, ജീവിച്ചു പോവാന്ന്. ആ ഗ്യാസ് കുറ്റി എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ടച്ചോൻ എന്ന് നന്നായിട്ട് കിട്ടുമല്ലോ. എന്തായാലും ഗംഭീരം, അതിഗംഭീരം. ഞങ്ങൾ എന്തായാലും പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.